വി ഡി സതീശൻ മാധ്യമങ്ങളെ പഴിക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നവരെ കാണാതെയാണ് ആ വിമർശനം. ഒഴിവാക്കപ്പെട്ട സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളി ചർച്ചകൾക്കിടെ തന്നെ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്ന വ്യക്തിയാണ്. ദീപ്തി ബേരി വർഗീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റർ ഒട്ടിക്കാൻ കാത്തിരുന്നതാണ്. പോസ്റ്ററുകൾ റെഡിയായിരുന്നു, എല്ലാവിധത്തിലുമുള്ള തയ്യാറെടുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ പിടിവലിക്ക് ഒടുവിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നതാണ്. പാർട്ടിയെ അനുസരിച്ച് നിൽക്കാമെന്ന് ദീപ്തി ഇപ്പോൾ പറയുന്നുമുണ്ട്. ജോസഫ് വാഴക്കൻ, ടോമി കല്ലാനി, വിൽസൺ മാത്യൂസ് തുടങ്ങിയ നേതാക്കൾ തഴയപ്പെട്ടത് കോട്ടയത്ത് UDFനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കണ്ണൂരിൽ കോൺഗ്രസിന് വീണ്ടും തലവേദന ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. വിമർശനവും വിമത നീക്കങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലുമുണ്ട് വിവാദം. വാമനപുരത്ത് പാലോട് രവിയെ മാറ്റിയത് SDPIയുടെ സമ്മർദ്ദത്തെ തുടർന്നെന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ ഉയർത്തിയത്. അങ്ങനെ സംസ്ഥാനത്തുടനീളം വിമത ഭീഷണിയും അസംതൃപ്തരുടെ തുറന്നു പറച്ചിലും കരച്ചിലും കൊണ്ട് നിറയുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ജോസഫ് വാഴക്കൻ തയ്യാറെടുപ്പ് നടത്തിയത്. 1.5 ലക്ഷം പോസ്റ്ററും 2500 ഫ്ലെക്സ് ബോർഡുമാണ് ജോസഫ് വാഴക്കൻ തയ്യാറാക്കിയത്. ഏറ്റുമാനൂരിൽ ഒറ്റ പേരെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഫ്ലെക്സും പോസ്റ്ററും തയ്യാറാക്കിയതെന്നും സീറ്റ് കിട്ടാത്തതിൽ നല്ല വിഷമമുണ്ടെന്നുമാണ് ജോസഫ് വാഴക്കൻ ഇപ്പോഴും പറയുന്നത്. തുടക്കം മുതൽ തന്റെ പേരായിരുന്നു സംസ്ഥാന നേതൃത്വം പറഞ്ഞത്. ഇക്കാര്യം തന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. പ്രവർത്തനം തുടങ്ങാനും പോസ്റ്ററുകളും ഫ്ലെക്സും വെക്കാനും പറഞ്ഞു. അതുകൊണ്ടാണ് വൻ തുക ചെലവഴിച്ച് പോസ്റ്ററുകൾ പുറത്തിറക്കിയത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നതാണ് മുതിർന്ന നേതാവായ ജോസഫ് വാഴക്കൻ പറയുന്നത്. എന്താണ് തന്റെ അയോഗ്യതയെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു. എനിക്ക് തന്നൊരു ധാരണ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പേര് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അത് പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ അങ്ങനൊരു നമ്മൾ സ്ഥാനാർത്ഥി രംഗത്തുനിന്ന് നമ്മളെ ഒഴിവാക്കി. അത്രയാണ് ലാസ്റ്റ് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു വിഷമേ ഉള്ളൂ. കാരണം ഇത് നേരത്തെ തന്നെ ഞാൻ അവിടെ ചോദിച്ചൊരു സീറ്റായിരുന്നില്ല. അപ്പം അവിടെ PN വാസവനെതിരെ ഞാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു പൊതു അഭിപ്രായത്തിൻ്റെ പേരിൽ KPCC നേതൃത്വമാണ് എൻ്റെ അടുത്ത് ഏറ്റുമാനൂര് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തിരുവനന്തപുരം ജില്ലയിലും വൻ വിവാദമാണ് ഉടലെടുത്തത്. വാമനപുരത്ത് പാലോട് രവിയെ മാറ്റിയത് SDPI സമ്മർദ്ദത്തെ തുടർന്നെന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ ഉയർത്തുന്നത്. BJPയുമായി കോൺഗ്രസിന് ജില്ലയിൽ പലയിടത്തും ഡീലുണ്ടെന്നും നുസൂർ ആരോപിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിറയിൻകീഴിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന BS അനൂപ് BJPയിൽ ചേർന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നുസൂർ ഉയർത്തുന്നത് വളരെ ഗൌരവമുള്ള ആരോപണങ്ങളാണ്. പാലോട് രവി വാമനപുരം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അദ്ദേഹത്തിന് ഉറപ്പു നൽകി. അദ്ദേഹം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അവിടെ ഒരു SDPIയുടെ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച്, ആവശ്യമനുസരിച്ച്, അവരുടെ പിടിവാശി അനുസരിച്ച്, SDPI നേതൃത്വം പറഞ്ഞതനുസരിച്ച് ആ സ്ഥാനാർത്ഥിയെ രാഖി രാമാനം പാലോട് രവി എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ വെട്ടിമാറ്റി. മറ്റ് 2 നേതാക്കളും പരിഗണനാ പട്ടികയിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ നിലനിൽക്കുമ്പോൾ തന്നെ പാലോട് രവിയെ മാറ്റി പകരം SDPIയുടെ പിന്തുണ കിട്ടുമെന്നുള്ളതിന്റെ പുറത്ത് SDPIയുടെ സ്ഥാനാർത്ഥി, SDPIയുടെ ഏറ്റവും വലിയ ശക്തമായി വാദിക്കുന്ന ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്? ഇവിടെ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്തുകൊണ്ട് BJP അധികാരത്തിലേക്ക് വന്നു? എന്തുകൊണ്ടാണ് വന്നത്? കോൺഗ്രസ് 20 സീറ്റ് പിടിച്ചതുകൊണ്ട്, UDF 20 സീറ്റ് പിടിച്ചതുകൊണ്ട് BJP അധികാരത്തിലേക്ക് വരൂ? അവിടെ UDFന്റെ വോട്ട് BJPക്ക് മറിച്ചു കൊടുത്ത സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വരും ദിവസങ്ങളിൽ ആ ലിസ്റ്റും നിങ്ങൾക്ക് കൈമാറും. അങ്ങനെ മറിച്ചു കൊടുത്ത സ്ഥലങ്ങളുണ്ട്. ആ സമയത്ത് വെച്ച 1:2 എന്ന ആനുപാതികം ഒരു റേഷ്യോ ഉള്ള ഒരു ഡീല് കേരളത്തിൽ നടക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് വിജയിപ്പിക്കണം, പകരം അരുവിക്കരയിൽ ശിവകുമാറിനെ വിജയിപ്പിക്കുക, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ K മുരളീധരനെ വിജയിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ശ്രീലേഖ IPSന്റെ കൌൺസിലറിനെ, മുൻ IPS ഉദ്യോഗസ്ഥരെ വട്ടിയൂർക്കാവിൽ കാൻഡിഡേറ്റാക്കി. അപ്പോ തിരുവനന്തപുരത്ത് നുസൂറിന്റെ തുറന്നു പറച്ചിലുകളാണ് നമ്മൾ കേട്ടത്.
കണ്ണൂരിലേക്ക് പോയാൽ കണ്ണൂരിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. അത് തളിപ്പറമ്പും പയ്യന്നൂരുമാണ്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണ് UDF പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPM നേതാക്കൾക്ക് പിന്തുണ നൽകിയ കോൺഗ്രസ് തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധമുയരുന്നത്. തളിപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹനും പയ്യന്നൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദുമാണ് സ്ഥാനാർത്ഥികളാവുക. തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രചരണം ആരംഭിച്ചിട്ട് തന്നെയുണ്ട്. കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിക്കാൻ അവൻ വരുന്നു എന്ന എഴുത്തുമായുള്ള പോസ്റ്ററുകളാണ് പലയിടത്തും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പട്ടാമ്പിയിലും കോൺഗ്രസിന് വിമത ഭീഷണിയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പി വിമതനായി മത്സരിക്കും. റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് ഷാഫി പട്ടാമ്പി പറയുന്നു. പട്ടാമ്പിയിലുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഈ പൊതുസമൂഹത്തിനും പട്ടാമ്പിയിലെ ജനങ്ങൾക്കും വളരെ വ്യക്തമാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ തീർച്ചയായും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പട്ടാമ്പിയിലെ പൊതുസമൂഹത്തിനെയും പത്രമാധ്യമങ്ങളെയും അറിയിക്കാനാണ് തീരുമാനം. ഇപ്പോൾ ആദ്യമായി ഇന്ന് എൻ്റെ നാട്ടിൽ നിന്നും ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ എൻ്റെ നാട്ടിൽ നിന്നും മുന്നോട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് മാത്രം അറിയിച്ചുകൊള്ളുകയാണ്. തീർച്ചയായും വൈകുന്നേരത്തോടു കൂടി വളരെ വ്യക്തമായ കൃത്യതയുള്ള ഒരു ഉത്തരവുമായിട്ട് ഞങ്ങൾ പട്ടാമ്പിയുടെ ജനമനസ്സുകളുടെ മുന്നിലേക്ക് വരും. തീർച്ചയായിട്ടും അപ്പം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. ഇനി കല്യാശ്ശേരിയിൽ മട്ടന്നൂരിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിലും യൂത്ത് കോൺഗ്രസിന് വലിയ അതൃപ്തിയുണ്ട്. കല്യാശ്ശേരിയിൽ DCC നൽകിയ പട്ടികയിൽ DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന രജിത് നാറാത്തിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ KC വേണുഗോപാലിന്റെ അനുയായിയായ രാജീവൻ കപ്പശ്ശേരിയെ അവസാന നിമിഷം തിരികെ കയറ്റിയെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പെട്ടി തൂക്കി സ്ഥാനാർത്ഥിത്വം നേടാൻ തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു രജിത് നാറാത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. മട്ടന്നൂരിലും സമാനമായ സാഹചര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായ ഫർസിൻ മജീദിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആദ്യഘട്ടങ്ങളിൽ ചർച്ച നടന്നെങ്കിലും പിന്നീട് തള്ളിപ്പോയി. ചന്ദ്രൻ തില്ലങ്കേരിയാണ് മട്ടന്നൂരിൽ UDF സ്ഥാനാർത്ഥിയാകുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നോമിനിയാണ് ചന്ദ്രൻ തില്ലങ്കേരി എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വിമർശനം. അങ്ങനെ പലയിടങ്ങളിൽ, അതായത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നു. വിമത ശല്യം നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് മാധ്യമങ്ങളെ മാത്രം പഴിചാരിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. ഇത്രയധികം അസംതൃപ്തർ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. K സുധാകരനും അടൂർ പ്രകാശും എൽദോസ് കുന്നപ്പള്ളിയും ദീപ്തി മേരി വർഗീസും എല്ലാം അസംതൃപ്തി തുറന്ന് കാട്ടുകയും പിന്നീട് പാർട്ടിക്ക് വിധേയമാവുകയും ചെയ്തവരാണ്. വഴങ്ങാത്തവർ ആണ് ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. പാർലമെന്ററി പാർട്ടി പിടിക്കാനുള്ള വലിയ രീതിയിലുള്ള ബലാബലമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ ഉണ്ടായത് എന്നതാണ് വിലയിരുത്തലുകൾ. മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയതും അതാണ്. KCയുമായി ചിരിച്ചുകൊണ്ടാണ് താൻ ഈ വാർത്തകളൊക്കെ കണ്ടതെന്ന് പറയുമ്പോൾ KC പിടിമുറുക്കിയിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ. ഇത് സാമ്പിളാണ് എന്നും ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിനായും ഭരണത്തിലുമൊക്കെ ഇതിനേക്കാൾ വലിയ പിടിവലികൾ ഉണ്ടാകും എന്നുമൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വന്നത്. ഇപ്പോൾ ആ തരത്തിൽ നടന്നൊരു ബലാബലത്തിൽ അതൃപ്തരായവരാണ് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അവർ ചോദിക്കുന്നത് എന്താണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം എന്നതാണ്. ഇതൊക്കെ ഉള്ളപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമ സൃഷ്ടിയായി എല്ലാ കാര്യങ്ങളെയും ചുരുക്കി സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളൊരു ആശ്വാസകരമായ സാഹചര്യം. അവർ ആ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.